ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് വേണ്ടിയിട്ടുണ്ട്. അതിനകത്ത് ഓയിൽ ചേഞ്ച്, ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, പിന്നെ പെട്രോൾ ലീക്കിൻ്റെ കേസ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ചെയിൻ ലൂസ്. ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. പെട്രോൾ ലീക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിലവിൽ പ്രത്യക്ഷത്തിൽ അങ്ങനെ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം ഒന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. പിന്നെ നമ്മളുടെ ഒരു സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പെട്രോൾ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോള് എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള E20 പെട്രോൾ നമ്മൾ യൂസ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻസ് ഒട്ടുമിക്ക വണ്ടികളിലും ഉണ്ട്. അപ്പോൾ അതായിരിക്കാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ഇപ്പം നിലവിൽ നമ്മൾ കുറേ നേരം ചെക്ക് ചെയ്ത് വണ്ടി ഒന്ന് ഷെയ്ക്ക് ചെയ്തൊക്കെ നോക്കി, എന്നിട്ടും കംപ്ലയിൻറ്റ് കാണുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ കാർബറേറ്ററിൻ്റെ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ തൽക്കാലം തൊടാതിരിക്കണം നല്ലത്. കാരണം കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ ഈ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കൂടുതലാവുകയും കാർബറേറ്റർ ഉടനടി മാറ്റേണ്ടി വരികയും ചെയ്യാനുള്ളൊരു സാധ്യത നിലവിലുണ്ട്. പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 10 വണ്ടി എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു 8 വണ്ടിയുടെയും ഈ പ്രോബ്ലംസ് സെയിം കംപ്ലയിൻറ്റാണ്. ഈ കംപ്ലയിൻറ്റ് തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ വണ്ടി ഓടിക്കുമ്പോൾ അതിനേക്കാളുപരി അതിൻ്റെ പ്രാരംഭ ലക്ഷണം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം രാവിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ വണ്ടി ഇന്നലെ കൊണ്ടുവന്ന് വെച്ച് ഇന്ന് നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് വണ്ടി കിട്ടി കയറിനേക്കാളും ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവിന് നോക്കുന്ന സമയത്ത് വണ്ടി കുറേ നേരത്തേക്ക് ഇങ്ങനെ പെട്രോൾ ഇങ്ങനെ മിസ്സായി പോകുന്നൊരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. അങ്ങനെ നിലവിൽ കംപ്ലയിൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് പരമാവധി നമുക്ക് ഇത് കൊണ്ടുപോകാം, അതിന് ശേഷം ഉപയോഗിക്കുക. അതിന് ശേഷം കൂടുതലായിട്ട് പ്രോബ്ലം കാണിക്കുകയാണെങ്കിൽ കാർബറേറ്റർ അഴിക്കുക. മാറ്റാൻ കണക്കാക്കി വേണം അഴിക്കാനായിട്ട്. കംപ്ലയിൻറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്ത് കയറ്റാം. പക്ഷേ 90% കംപ്ലയിൻറ്റ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ മാറ്റാൻ കണക്കാക്കിയിട്ടാണ് കാർബറേറ്ററിൽ തൊടാനേ പാടുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് വണ്ടി കയറ്റിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡറൊക്കെ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ലൈൻഡറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ ബാക്ക് വീലിൻ്റെ ബെയറിങ്ങൊക്കെ സ്പോക്കറ്റ് ബെയറിങ്ങൊക്കെ ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. ബാക്ക് വീൽ ബെയറിങ് ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. ടയറൊക്കെ അത്യാവശ്യം ഉണ്ട് നിലയിൽ. ചെയിൻ ലൂസ് ഉണ്ട്, അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്തിടാം. അത്യാവശ്യം ലൂസ് ഉണ്ട്, ചെയിൻ അടിയുണ്ട്. പിന്നെ അതേപോലെ എയർ ഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ പുതിയ ഫിൽറ്ററാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ബാറ്ററി ആയാലും നമ്മൾ നോക്കുമ്പോൾ ഇതിപ്പോൾ ഇരിക്കുന്ന ബാറ്ററി പുതിയ ബാറ്ററിയാണ്, 2025 ബാറ്ററിയാണ്. വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13.27 വരെയൊക്കെ ഉണ്ട്. അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ അഴിച്ചിട്ടുണ്ട്. ഡിസ്ക് ബ്രേക്ക് ഒന്ന് ചെക്ക് ചെയ്യാനും ബ്രാക്കറ്റൊക്കെ ഗ്രീസ് ചെയ്യാനായിട്ട്. പാഡൊക്കെ പുതിയതാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വെയിറ്റ് ചെയ്യാൽ മതി. ആ ബ്രാക്കറ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് തരാം. അതേപോലെ തന്നെ ഫ്രണ്ട് വീൽ ബെയറിങ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. കോൺസെറ്റ് ഫോർക്കിൻ്റെ ഭാഗമൊക്കെ നോക്കി വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. പിന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. നിലവിൽ വേറെ പറയത്ത കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ നിലവിൽ നമുക്ക് കാർബറേറ്ററിൻ്റെ പ്രശ്നമാണ് വരാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ അത് നിലവിൽ അത് തൽക്കാലം തൊടാതിരിക്കുക. ഇപ്പോഴത്തെ സ്റ്റേജിൽ കുഴപ്പമൊന്നുമില്ല, ഉപയോഗിക്കുക. കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ ഇച്ച് ചെയ്താൽ മതി. പിന്നെ നമുക്ക് അതിൻ്റെ ഈ സൈഡൊക്കെ അത്യാവശ്യം ഇവിടെയൊക്കെ ചളങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഡെൻറ്റിങ് വണ്ടി മറയെന്ത് ചെയ്ത് ഡെൻറ്റായിട്ടുണ്ട്. ഈ സൈഡൊക്കെ ചെറുതായിട്ട് ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഈ കവറിൻ്റെ ഇവിടെ ബാക്കിലേക്ക് വരുമ്പോൾ കവൾ സെറ്റിൻ്റെ ഈ ഭാഗത്ത് ഈ സൈഡ് ഒരു പൊട്ടലുണ്ട്. ബാക്കിലത്തെ റിയർ കവറിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ പൊട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടപ്പോൾ ഒന്ന് ശ്രദ്ധപ്പെടുത്തിയെന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ആ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ കേട്ടോ. ഏകദേശം നമുക്കൊരു 6-7 മണിക്കാവും തീരുമ്പോഴത്തേക്ക് കേട്ടോ. അത് കണക്കാക്കി വന്നാൽ മതി. വർക്ക് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് നമ്മൾ കോൺടാക്ട് ചെയ്തതാണ് കേട്ടോ.